അന്ത്യനാളിൽ നടക്കുവാനുള്ള മഹോദ്രവത്തെക്കുറിച്ച് ദൈവവചനം നമുക്ക് വെളിപ്പെടുത്തി തന്ന സത്യങ്ങളെ ഇന്നു മനസ്സിലാക്കാം. അടിസ്ഥാനമായി വചനത്തിൽ നിന്നും നമ്മൾ രൂപപ്പെടുത്തിയെടുക്കേണ്ട അന്ത്യനാളിലെ ചില കാര്യങ്ങൾ താഴെ പറയുന്നു. എല്ലാവരും എപ്പോഴും പരിശോധിക്കുന്ന വെളിപാട് പുസ്തകം 13-ാം അധ്യായം നമ്മെ അറിയിക്കുന്ന 2 മൃഗം. ആകാശത്തുനിന്ന് തീയിറക്കുമാർ അത്ഭുതങ്ങളും അടയാളങ്ങളും കാണിച്ച് ഭൂമിയിൽ നിന്ന് കയറിവരുന്ന മൃഗം 1-ാം മൃഗത്തിന് വഴിയൊരുക്കുന്നു. സമുദ്രത്തിൽ നിന്നും കയറിവരുന്ന 1-ാമത്തെ മൃഗത്തിന് 7 തലയും 10 കൊമ്പുമുണ്ട്. ഇവനു വഴിയൊരുക്കുന്നത് ഭൂമിയിൽ നിന്ന് കയറി വന്ന 2-ാം മൃഗം. 2 മൃഗത്തിന്റെയും വിവരണം. ആകാശത്തുനിന്ന് തീയിറക്കുമാർ അടയാളങ്ങൾ കാണിച്ചു ഭൂമിയിൽ നിന്ന് കയറിവരുന്ന 2-ാം മൃഗം കള്ള പ്രവാചകന്മാരാണ്. മത്തായി പുസ്തകം 24-ാം അധ്യായം പറയുന്നു, കള്ള പ്രവാചകന്മാർ വന്ന് അനേകരെ തെറ്റിക്കും. വെളിപാട് പുസ്തകം 19-ാം അധ്യായം 20-ാം വചനം പറയുന്നു, മനുഷ്യരെ ചതിച്ചു മൃഗത്തിന്റെ മുദ്ര ഏൽപ്പിക്കുകയും അതിന്റെ പ്രതിമയെ നമസ്കരിപ്പിക്കുകയും ചെയ്ത കള്ളപ്രവാചകനെയും പിടിച്ചുകെട്ടി ഇരുവരെയും ഗന്ധകം കത്തുന്ന തീപ്പൊയ്കയിൽ ജീവനോടെ തള്ളിക്കളഞ്ഞു എന്ന്. ഇതിൽ നിന്നും വിലയിരുത്താം, ഭൂമിയിൽ നിന്ന് കയറിവരുന്ന 2-ാം മൃഗം കള്ള പ്രവാചകന്മാരാണ്. അവർ തന്നെയാണ് മൃഗത്തിന്റെ മുദ്ര നൽകുന്നത്. അടുത്തത് സമുദ്രത്തിൽ നിന്നും കയറിവരുന്ന മൃഗം. ഈ 1-ാം മൃഗത്തിന്റെ വിവരണം വെളിപാട് പുസ്തകം 17-ാം അധ്യായം തരുന്നു. 7 തല 7 രാജ്യങ്ങളുടെ രാജാക്കന്മാരെ ഉപമിക്കുന്നു. ഇതിലെ ഒരു തല തന്നെയാണ് ഭൂമിയെ ഭരിക്കാനായി എഴുന്നേൽക്കുന്ന മൃഗം. അവൻ 8-ാമത്തവനും 7 പേരിൽ ഉൾപ്പെട്ടവനുമാണ് എന്ന് പറയുന്നു. അതായത് 7 പേരിൽ ഒരുവന്റെ സ്ഥാനം മാറ്റി 8-ാമത്തവനായ ഇവൻ വന്നു 7 പേരിൽ ഉൾപ്പെട്ടവനാകും. ഈ 7 രാജ്യങ്ങൾ ലോകത്തിലെ ഏറ്റവും വികസിത സമ്പദ്വ്യവസ്ഥകളുള്ള G7 വിഭാഗമാണ്. ഇതിൽ ഏതു രാജ്യമാണ് മൃഗത്തിന്റെ രാജ്യം എന്ന് വിലയിരുത്തുവാൻ വെളിപാട് പുസ്തകം 17-ാം അധ്യായം തന്നെ കാരണമാകുന്നു. മ്ലേച്ഛതയുടെ മാതാവ് എന്ന് വിളിക്കപ്പെട്ട ബാബിലോൺ രാജ്യം തന്നെയാണ് മൃഗത്തിന്റെ രാജ്യം. ആ മാതാവ് സ്വാതന്ത്ര്യ പ്രതിമ എന്ന് അർത്ഥമുള്ള സ്റ്റാച്യു ഓഫ് ലിബർട്ടി സ്ഥാപിച്ച അമേരിക്ക തന്നെ. ലോകത്തിൽ എല്ലാവരും അവളോട് പരസംഗം ചെയ്യുന്നു, അവളുടെ ജീവിതത്തെ കണ്ടുപിടിക്കുന്നു, അതുപോലെ ആകുവാൻ ശ്രമിക്കുന്നു. ട്രംപ് പ്രസിഡന്റിനെ മാറ്റി വേറെ ഒരുവൻ വരാൻ പോകുന്നവൻ തന്നെയാണ് എതിർ ക്രിസ്തു. അവൻ ലോകത്തെ മുഴുവൻ ഭരിക്കും. അവൻ പുതിയ ഒരു ഗവൺമെന്റ് ഉണ്ടാക്കും. ആ ഗവൺമെന്റിൽ എല്ലാവർക്കും വേണ്ടുന്ന സുഖങ്ങൾ ഉണ്ടായിരിക്കും. അങ്ങനെ ഈ 7 തലയിലെ ഒരുവനായ വ്യക്തി എഴുന്നേൽക്കുമ്പോൾ തലയിൽ 5 വീഴും. 8-ാമത്തവനായി വെളിപ്പെടുന്നത് ഇലോൺ മസ്ക് ആവും എന്ന് വിലയിരുത്തുന്നു. 8-ാമത്തവനും 7 പേരിൽ ഉൾപ്പെട്ടവനുമായ മൃഗം പിന്നെ രൂപപ്പെടുത്തുന്ന ഗവൺമെന്റിലെ മന്ത്രിമാരാണ് 10 കൊമ്പുകൾ. ഈ 10 പേർ മൃഗത്തിന്റെ ഒരേ മനസ്സുള്ളവരാണ്. അവർ തന്നെ മൃഗത്തിന്റെ പ്രതിമ. നമ്മൾ ദൈവത്തിന്റെ പ്രതിമ എന്ന് ബൈബിൾ പറയുന്നു. ക്രിസ്തു ദൈവത്തിന്റെ പ്രതിമ എന്ന് ബൈബിൾ പറയുന്നു. അതുപോലെ തന്നെ മൃഗത്തിന്റെ പ്രതിമയാണ് 10 കൊമ്പുകളായ 10 മന്ത്രിമാർ. അവർക്ക് നമ്മുടെ മേൽ അധികാരമുള്ളതുകൊണ്ട് നമ്മുടെ ജീവനെ എടുക്കുവാനും അധികാരമുണ്ട്. ഈ മന്ത്രിമാരെ നമസ്കരിച്ചില്ലെങ്കിൽ നമുക്ക് ശിക്ഷ നടപ്പിലാക്കും. പ്രതിമകൾ എന്ന് അർത്ഥമാക്കുന്ന മന്ത്രിമാർക്ക് ജീവനെ കൊടുക്കുവാൻ അധികാരമുണ്ട് എന്ന് പറഞ്ഞതിന്റെ ഉദ്ദേശം ഇതാണ്. മൃഗത്തിന്റെ പ്രതിമയ്ക്ക് ആത്മാവിനെ കൊടുക്കുവാൻ ബലം ലഭിച്ചു എന്ന് പറയുന്നത്. ഗ്രീക്ക് പരിഭാഷയിൽ നിന്നും വിലയിരുത്തുമ്പോൾ ആത്മാവ് എന്ന വാക്കിന്റെ പര്യായപദം ജീവൻ എന്നാണ്. ഇനി അറിയേണ്ടത് മൃഗത്തിന്റെ മുദ്ര. വലങ്കയും നെറ്റിമേലും അർത്ഥമാക്കുന്നത് എന്ത് എന്ന് അറിയണമെങ്കിൽ വെളിപാട് പുസ്തകത്തിന്റെ രചയിതാവ് വചനം എഴുതുവാനായി ഉപയോഗിച്ച ശൈലിയെ മനസ്സിലാക്കണം. പഴയ നിയമത്തിന്റെ പരിജ്ഞാനം യോഹന്നാന് വളരെയധികം ഉണ്ട് എന്ന് വെളിപാട് പുസ്തകം വായിക്കുമ്പോൾ തന്നെ വിലയിരുത്താം. കാരണം പഴയ നിയമത്തിലെ വാക്യങ്ങളാണ് കൂടുതലായി കാര്യങ്ങളെ വിവരിക്കാൻ പ്രയോഗിക്കുന്നത്. പഴയ നിയമത്തിൽ പറയുന്നു, ദൈവത്തിന്റെ ന്യായപ്രമാണത്തിന്റെ പ്രവൃത്തി നിങ്ങളുടെ കൈമേലും കണ്ണുകളുടെ മധ്യേയും ഉണ്ടാകണമെന്ന്. അതായത് നമ്മുടെ ചിന്തയും പ്രവൃത്തിയും ദൈവ ഇഷ്ടമാകണമെന്ന്. വലം കൈ അർത്ഥമാക്കുന്നത് സ്വന്തം ഇഷ്ടത്താലുള്ള പ്രവൃത്തി. അതിനോടൊപ്പം നെറ്റിമേൽ എന്നുദ്ദേശിക്കുന്നത് മനുഷ്യന്റെ ചിന്തയും. ഈ രണ്ടും മൃഗത്തിന്റെ പ്രമാണത്തിന് ഒത്തതായിരിക്കും. പിശാച് എപ്പോഴും ദൈവത്തിനു വിരോധമായിട്ടാണ് പ്രവർത്തിച്ചിട്ടുള്ളത്. അതുകൊണ്ടുതന്നെ അവന്റെ പ്രമാണവും ദൈവത്തിന്റെ പ്രമാണത്തിന് വിരോധമായിരിക്കും. വെളിപാട് പുസ്തകം പഠിക്കുമ്പോൾ 11-ാം അധ്യായത്തിൽ അവസാന ഭാഗം പറയുന്നു, ഭൂമിയിലെ എല്ലാവർക്കും പ്രതിഫലം കൊടുക്കേണ്ട ന്യായവിധിയുടെ കാലമായപ്പോൾ സ്വർഗത്തിലെ ആലയം തുറന്നു ദൈവത്തിന്റെ നിയമപെട്ടകം പ്രത്യക്ഷമായി എന്ന്. പഴയ നിയമത്തിൽ വ്യക്തമായി പറയുന്നു, ദൈവത്തിന്റെ നിയമപെട്ടകത്തിൽ 10 കൽപ്പനയാണ് ഉള്ളത് എന്ന്. വചനം നമ്മെ അറിയിക്കുന്നു, 10 കൽപ്പനയിൽ ദൈവത്തിന്റെ അടയാളമായ ഒരു കൽപ്പനയാണ് ശബ്ബത്ത് എന്ന്. ഈ ശബ്ബത്ത് ദിവസം ഇന്ന് ക്രിസ്ത്യാനികൾ വേണ്ട എന്ന് വിലയിരുത്തുന്നു. പക്ഷേ യഥാർത്ഥത്തിൽ പിശാചിനെ നമസ്കരിക്കുവാനും അവന്റെ മുദ്രയ്ക്കായും നിയമിച്ച ഞായറാഴ്ച ക്രിസ്തീയ സഭയെ പരിശീലിപ്പിക്കുന്നത് ഇവന്റെ ദിവസത്തിനു വേണ്ടിയാണ് എന്ന് മനസ്സിലാക്കുന്നില്ല. ലോകത്തിലെ എല്ലാ സുഖവും നൽകി തൊഴിലില്ലാതെ സമ്പാദ്യം നൽകുന്നവനെ നമസ്കരിക്കുവാൻ ലോകം ഒരുങ്ങും. അതിനായി ഞായറാഴ്ച ഒരു സന്തോഷമായി മാറും. അങ്ങനെ ഇവന്റെ സ്നേഹത്തിൽ ഈ ലോകം കീഴ്പ്പെടും. അവനെ ദൈവമായി തന്നെ കാണും. 3.5 വർഷകാലം കഴിയുമ്പോൾ അവൻ തന്നെത്താൻ ഉയർത്തി ദൈവത്തിന്റെ ആലയത്തിൽ ചെന്നിരിക്കുവാൻ പോകും. പക്ഷേ പിന്നീടിങ്ങോട്ട് സംഭവിക്കുന്നത് അടുത്ത 3.5 വർഷത്തിന്റെ ദൈവക്രോധമാണ്. പ്രത്യേക അറിയിപ്പ്: മൃഗത്തിന്റെ മുദ്ര ഏൽക്കുന്നത് ചെറിയ കുട്ടികൾക്കല്ല. വചനത്തിൽ പറയുന്ന ചെറിയവരും വലിയവരും എന്നർത്ഥമാക്കുന്നത് ജ്ഞാനത്തിൽ ചെറിയവരും വലിയവരെയും കുറിച്ചാണ്. കാരണം സ്നേഹത്താൽ ഇവന് കീഴ്പ്പെടുന്ന ജനത്തെ മാനസാന്തരത്തിനു പോലും അവസരം കൊടുക്കാതെ ദൈവം നിത്യ അഗ്നിയിലേക്കാണ് അയക്കുന്നത്. ക്രിസ്തുവിന്റെ 1000 വർഷ ഭരണത്തിൽ പിന്നെ നാം കാണുന്ന ഒരു പുതിയ ജാതി സമൂഹം എന്ന് പറഞ്ഞിട്ടുള്ളത് ഈ കാലത്ത് സുവിശേഷം കേൾക്കുവാനായി ജീവിതമില്ലാതെ പോയ മക്കളും, തെരുവിൽ ഭിക്ഷ യാചിച്ചുകൊണ്ട് ജീവിതം തീർക്കുന്ന ദരിദ്രരും, ഭൂമിയിൽ നിയമമനുസരിച്ച് പോലും ജീവിതമില്ലാതെ ദുരിതമനുഭവിച്ച് അസുഖങ്ങൾ ബാധിച്ചു കിടന്ന മനുഷ്യരുമാണ്. ഇവരുടെ ഈ കാലം നമ്മുടെ പരിശോധനയ്ക്ക് കാരണമാകുന്നു. പക്ഷേ അവർക്കായി ഒരുക്കിയ ഒരു കാലമാണ് ക്രിസ്തുവിന്റെ 1000 വർഷ ഭരണത്തിലുള്ള സുവിശേഷം. അന്ന് ദൈവത്തിന്റെ ജനം രാജകീയ പുരോഹിത വർഗമായി സുവിശേഷം പറയും. അത്തിയെ നോക്കി ഒരു ഉപമ പഠിപ്പിൻ. അതിന്റെ കൊമ്പ് ഇളതായി ഇല തളിർക്കുമ്പോൾ വേനൽ അടുത്തു എന്ന് നിങ്ങൾ അറിയുന്നുവല്ലോ. അങ്ങനെ നിങ്ങൾ ഇതൊക്കെയും കാണുമ്പോൾ അവൻ അടുക്കെ വാതിൽക്കൽ തന്നെ ആയിരിക്കുന്നു എന്ന് അറിഞ്ഞുകൊള്ളിൻ.
ഇതൊക്കെയും സംഭവിക്കുവോളും ഈ തലമുറ ഒഴിഞ്ഞുപോകയില്ല എന്നു ഞാൻ സത്യമായിട്ടു നിങ്ങളോട് പറയുന്നു. ആകാശവും ഭൂമിയും ഒഴിഞ്ഞുപോകും, എന്റെ വചനങ്ങളോ ഒഴിഞ്ഞുപോകയില്ല.